മദ്യപിച്ച് ജോലിക്കെത്തുന്ന ജീവനക്കാരെ വിലക്കാൻ വേണ്ടിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ബ്രത്ത് അനലൈസർ കൊണ്ടുവന്നു. KSRTC ജീവനക്കാരിലെ ബ്രത്ത് അനലൈസർ പരിപാടി സാധാരണക്കാരിൽ മാത്രമാണെന്നാണ് തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിയില്ല. ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക്കൽ ജീവനക്കാർ എന്നീ അടിസ്ഥാന വിഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ അനലൈസർ പരിശോധന നടത്തുന്നത്. BMS ആണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. KSRTCയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരിലും കൃത്യമായി പരിശോധന നടത്തണമെന്നാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. കെ ബി ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷം നടപ്പിലാക്കിയ സുപ്രധാനമായൊരു തീരുമാനമായിരുന്നു ഇത്. എന്തായാലും ഇതിനെക്കുറിച്ചാണ് ഇനി അടുത്ത റിപ്പോർട്ട്. KSRTCയിലെ ഒരു ജീവനക്കാരനെ പോലും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ അനുവദിക്കില്ല എന്ന കടുത്ത നിലപാടാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്. മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ കർശന നടപടിയുണ്ടാകും. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉൾപ്പെടെ ഇക്കാര്യം മന്ത്രി ആവർത്തിച്ച് പറഞ്ഞതാണ്. പക്ഷേ പരിശോധന സുതാര്യമല്ല എന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. പക്ഷെ കള്ളുകുടിക്കാൻ അനുവദിക്കാൻ പറ്റില്ല എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കള്ളുകുടിച്ച് വണ്ടി ഓടിച്ചാൽ അവർക്ക് മാത്രമല്ല, റോഡിൽ പോകുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപകടത്തിലാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താൻ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ അപകടങ്ങൾ കുത്തനെ കുറഞ്ഞുവെന്ന് മന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. കാലത്തിനനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും KSRTCയിൽ നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മദ്യപാനം കണ്ടെത്താൻ കൊണ്ടുവന്ന ബ്രത്ത് അനലൈസർ പരിശോധനയിൽ പക്ഷേ വേർതിരിവ് കാണിക്കുന്നുവെന്നാണ് തൊഴിലാളി സംഘടനകൾ പറയുന്നത്. കൂടാതെ ചെറിയ അളവിൽ റീഡിംഗ് ഉണ്ടായാലും മറ്റ് പരിശോധനകളില്ലാതെ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നുവെന്നും ആരോപണമുണ്ട്. 30 മില്ലിഗ്രാമിന് മുകളിൽ മദ്യത്തിൻ്റെ അംശം രക്തത്തിലുണ്ടായാൽ ആ ആളിൻ്റെ പേരിൽ നിയമാനുസരണം പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും നടപടിയെടുക്കുന്ന സാഹചര്യത്തിൽ 1% രക്തത്തിൽ മദ്യത്തിൻ്റെ അളവുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ KSRTCയിൽ നിലനിൽക്കുന്നത്. ബ്രത്ത് അനലൈസർ വഴി പരിശോധിക്കുന്ന ജീവനക്കാരനെ ബ്രത്ത് അനലൈസർ വഴി പരിശോധിക്കുമ്പോൾ അയാൾ മദ്യം കഴിച്ചിട്ടില്ല എന്നൊരു തർക്കം വന്നാൽ ആ ജീവനക്കാരനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം. വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് അങ്ങനെ മദ്യം കഴിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ബ്രത്ത് അനലൈസർ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ ആ ഉദ്യോഗസ്ഥർക്കടക്കം നടപടിയെടുക്കണമെന്നും അത് സുതാര്യമായ രീതിയിൽ ചെയ്യണമെന്നുമാണ് എംപ്ലോയീസ് സംഘിന് ബ്രത്ത് അനലൈസർ വിഷയത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. M. വിൻസെന്റ് MLAയും മദ്യപാനം തടയുന്നതിനെതിരായ ഗതാഗത മന്ത്രിയുടെ തീരുമാനത്തെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പരിഹസിച്ചിരുന്നു. സാറേ, ഈ പാവപ്പെട്ട തൊഴിലാളികൾ ശമ്പളം കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ സാറേ, ഈ KSRTC തൊഴിലാളികൾ കള്ളു കുടിച്ചോ എന്ന് പരിശോധിക്കുന്ന ഗവൺമെന്റ് അവൻ കഞ്ഞി കുടിച്ചോ എന്ന് കൂടി പരിശോധിക്കണം എന്നുകൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. സാർ, മുഴുവൻ ജീവനക്കാർക്കും പരിശോധന നടത്തണമെന്നും ബ്രത്ത് അനലൈസറിന്റെ നിലവാരം പരിശോധിക്കണമെന്നും കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് സംഘ് KSRTC CMDക്ക് നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു. ബ്രത്ത് അനലൈസർ പരിശോധന സംബന്ധിച്ച തൊഴിലാളികളുടെ ആശങ്കകളും ആവശ്യങ്ങളും ഗൗരവത്തോടെ തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. ഗതാഗത മന്ത്രി കൊണ്ടുവന്ന പരിശോധന ഉചിതമാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിലേതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം. കഞ്ഞി കുടിക്കുന്നതും അന്വേഷിക്കണം, കള്ളു കുടിക്കുന്നതും അന്വേഷിക്കണം. ഇനി കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചാൽ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് മറിച്ചാൽ അതിലെ യാത്രക്കാരായിരിക്കും അതിൻ്റെ ഫലം അനുഭവിക്കുക. അതുകൊണ്ട് തന്നെ ഈ കള്ളു കുടിച്ചവർക്കെതിരായിട്ടുള്ള പരിശോധന നടത്തുമെന്നുള്ള തീരുമാനവുമായി മന്ത്രി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഈ തൊഴിലാളികൾ പറയുന്നത് പോലെ മേലുദ്യോഗസ്ഥന്മാരെയും പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള മഹാമനസ്കത KSRTCക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു പക്ഷത്തിന് മാത്രം മദ്യപിച്ച് പോകാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുന്നത് അത്ര സുഖകരമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. എന്നാൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മദ്യപിച്ച് വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്തരമൊരു സാഹചര്യം തന്നെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല.